ഞാൻ നീ പറഞ്ഞ ലൊക്കേഷനിലെത്തി. പിന്നെ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. നീ ടെൻഷൻ ആവാതെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ? എന്നാലും എടാ, നീ സ്റ്റാർട്ടപ്പ് ഐഡിയ കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നോടൊന്നും പറയാറില്ലേ? അതേപോലെ അങ്ങ് പ്രസൻറ്റ് ചെയ്താൽ മതി. ചേട്ടൻ ഇങ്ങനത്തെ ഐഡിയ ഒക്കെ പൊതുവെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നീ ധൈര്യമായിട്ട് പറ, പുള്ളിക്ക് ഓക്കെ ആയിരിക്കും. ശരി. ചേട്ടന് നമ്മുടെയൊക്കെ ഒരു വൈബാണ്. ഞാൻ പറയാറില്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പൊട്ടത്തരാണെങ്കിൽ പോലും ചേട്ടനോട് ഷെയർ ചെയ്യും. നീ പറയുന്ന ഐഡിയ വർക്കൗട്ട് ആയില്ലെങ്കിൽ ചേട്ടൻ നിനക്ക് പറ്റിയൊരു ഐഡിയ പറഞ്ഞു തരും. നീ ഒരു ഫ്രണ്ട്ലി ഡിസ്കഷൻ ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ? അതെ, ഞാനൊരാളെ കാണാൻ വേണ്ടി വന്നേക്ക് പറഞ്ഞു പറയാം. 4 ദിവസം കഴിഞ്ഞ് ഞാനത് തിരിച്ചു പോകും. അവനെ കാണാൻ പറ്റുവാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ നീ അവിടെ ഇരുന്നു. ചേട്ടാ, എനിക്ക് എത്ര പറയാം. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. ആരാ? സ്വാതി പറഞ്ഞില്ലേ? ഓ, അവളുടെ ഫ്രണ്ട് അല്ലേ? എന്തോ ഫാമിലിക്ക് പറ്റിയ എന്തോ ബിസിനസ് ഐഡിയ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്താ സംഭവം? സ്റ്റാർട്ടപ്പ് വല്ലതാണോ? ഐഡിയ അല്ലാണെങ്കിൽ ഫണ്ടൊക്കെ നമ്മുടെ ആളുണ്ട്. ഫ്രഷ് കോൺസെപ്റ്റ് ആണെങ്കിൽ മാർക്കറ്റ് നമുക്ക് എളുപ്പം പിടിക്കാം. അത്ര ഫ്രഷ് കോൺസെപ്റ്റ് ഒന്നും അല്ല, അത് സാരല്ല, നമുക്ക് നോക്കാം. താൻ കാര്യം പറ. എന്ത് പറ്റിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ? എനിക്ക് സ്വാധീനം ഇഷ്ടമാണ്. സാധാരണ എല്ലാ ചെറിയ കാര്യങ്ങളും അവളെ നമ്മൾ പറയാറില്ല. പക്ഷെ ഇത് മാത്രം എന്താണെന്നറിയില്ല, അവിടെ പറഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ ഇഷ്ടം അവളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിലെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. അവൾക്ക് ഏട്ടൻ്റെ ഒപ്പീനിയൻ വളരെ വലുതാണ്. ഞാനിത് അവളോട് പറഞ്ഞാലും അവൾ ഏട്ടനോട് ചോദിക്കണം, എനിക്ക് റിപ്ലൈ തരില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ആദ്യം ഏട്ടനോട് പറയാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾ ഈ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ആയിരുന്നല്ലേ? സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് അവൾക്കാണ്. ഇതിപ്പോൾ എൻ്റെ ഒപ്പീനിയൻ എന്താണെങ്കിലും ഫൈനൽ ഡിസിഷൻ അവളുടെ ആയിരിക്കും. അപ്പോൾ ശരിയെന്നാ.